മണിക്കൂറിൽ 150 കിലോമീറ്ററിലധികം വേഗതയിൽ പറന്നു വരുന്ന ഒരു യുദ്ധവിമാനം വെറും 2 സെക്കൻഡിനുള്ളിൽ ഒരു കപ്പലിൻ്റെ ഡെക്കിൽ എങ്ങനെയാണ് നിശ്ചലമാകുന്നത്? എയർക്രാഫ്റ്റ് ക്യാരി ഷിപ്പുകളിലെ പരിമിതമായ റൺവേയിൽ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറക്കുന്ന പ്രോസസ്സിനെ അറസ്റ്റഡ് റിക്കവറി എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ ലളിതമായാൽ എന്നാൽ കരുത്തുറ്റ 3 ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് വിമാനത്തിൻ്റെ പിൻഭാഗത്തുള്ള ടെയിൽ ഹുക്ക് പൈലറ്റ് താഴേക്ക് താത്തുന്നു. കപ്പലിൻ്റെ റൺവേക്ക് മുറുകെ വലിച്ചു കെട്ടിയുള്ള അതിശക്തമായ സ്റ്റീൽ കേബിളുകളിൽ ഈ ഹുക്ക് ഉടക്കുന്നതോടെയാണ് നിർത്താനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത്. ഈ കേബിളുകൾ വെറുതെയല്ല ഉറപ്പിച്ചിരിക്കുന്നത്. ഡെക്കിന് താഴെയുള്ള സങ്കീർണമായ ഹൈഡ്രോളിക് എഞ്ചിനുകൾ വിമാനത്തിൻ്റെ ഭാരത്തിനും വേഗതയ്ക്കും അനുസരിച്ചുള്ള പ്രതിരോധം വയറുകൾക്ക് നൽകുന്നു. ഇതാണ് വിമാനത്തെ മുന്നോട്ട് തെറിച്ചു പോകാതെ പിടിച്ചു നിർത്തുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, വിമാനം വയറിൽ തൊട്ടയുടനെ പൈലറ്റ് എഞ്ചിൻ്റെ പവർ പരമാവധി വർദ്ധിപ്പിക്കും എന്നതാണ്. ഒരുപക്ഷെ ഹുക്ക് വയറിൽ കുടുങ്ങിയില്ലെങ്കിൽ കപ്പലിൽ നിന്ന് വീണ്ടും പറന്നുയരാൻ വേണ്ടിയാണ് ഈ മുൻകരുതൽ സ്വീകരിക്കുന്നത്.